അഭിരാമി എന്നാണ്. സോ നമ്മുടെ ഇന്നത്തെ ഫാഷൻ ചാനലിൽ നമ്മൾ കുറച്ച് ഫ്ലിപ്കാർട്ട് വോളാണ്, മീൻസ് ഫ്ലിപ്കാർട്ട് ഹോൾ വീഡിയോ ആണ് ചെയ്യുന്നത്. കുറച്ച് പ്രോഡക്ട്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ബിക്കോസ് നിങ്ങളെ കാണിക്കാനായിട്ട്. അത് മാത്രമല്ല എൻ്റെ പ്രോഡക്റ്റ്സ് ഇങ്ങനെയാണ് ചെക്ക് ചെയ്യാനായിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ കുറച്ച് യൂസ്ഡ് പ്രോഡക്ട്സ് ഫ്ലിപ്പിൽ നിന്ന് തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വാങ്ങിച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കി, ഐ മീൻ റിവ്യൂ ഒക്കെ നോക്കിയ ഒരു സാധനമാണ്. അങ്ങനത്തെ കുറച്ച് ഡ്രസ്സ്. അങ്ങനെ രണ്ട് രീതിക്കാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഞാൻ ഇത്രയും സാധനങ്ങൾ, എൻ്റെ ഈ ബാക്കിലിരിക്കുന്ന പെട്ടിയും ഇതൊക്കെ എനിക്ക് ചെയ്യാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതൊക്കെയാണ് നോക്കുന്നത്. ഫസ്റ്റ് തന്നെ എൻ്റെ ഫേവററ്റ് ഇതിൽ ഒരു സാധനം കാണിച്ചുതരാം. ഇതിൻ്റെ മുകളിൽ ഞാൻ എല്ലാത്തിൻ്റെ ഇമേജ് കൊടുത്തേക്കാം. ഫസ്റ്റ് ഈ ഒരു ഇമേജാണ് നമ്മൾ നോക്കുന്നത്. അതൊരു ഓവർ സൈസ്ഡ് ടീഷർട്ടാണ്. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ വില അറിയുക, ജസ്റ്റ് 199 ആണ്. രണ്ടാമത്തെ കാര്യം ഹൻസിക കൃഷ്ണ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബറിലെ മറ്റേ ഹാന കൃഷ്ണ, അവർ സിസ്റ്റേഴ്സ്, അല്ല ഹൻസിക കൃഷ്ണയുടെ ഇളയ കുട്ടി ഇട്ടേക്കുന്ന ഒരു ഡ്രസ്സ്, ഒരു വീഡിയോയിൽ ഈ പുള്ളിക്കാർ ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഓർഡർ ചെയ്തൊരു സാധനമാണ്. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ക്ലോത്ത് ഇല്ലേ, അടിപൊളി ക്ലോത്തിങ് ആണ്, ഒരു രക്ഷയില്ല. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് അമേസിങ് ആണ്. അനിമേ പ്രിൻ്റൊക്കെ ഉണ്ട്. ഏത് അനിമയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ഞാൻ അനിമ കാണാറില്ല, സോറി. സോ ഫസ്റ്റ് ഇതാണ്. സോ ഇത് നൈസാണ്. ഇതൊക്കെ ഞാൻ ഇട്ട് കാണിക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ വെച്ചത്. കാരണം ഇതിൽ ഞാൻ ഇട്ട് കാണിച്ചാൽ ഭയങ്കരമായിട്ട് ലോങ് ആയിപ്പോൾ. അത് കഴിഞ്ഞിട്ട് 159 ഒരു ടീഷർട്ടാണ്. അതേ അവർ താങ്ക് യു കാർഡൊക്കെ കാണുന്നുണ്ടോ, കാണാം. ദേ താങ്ക് യു കാർഡൊക്കെ തന്നിട്ടുണ്ട്. അതും നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ്. ദേ ഇത് പുറകുവശമാണ് കേട്ടോ, ഇത് ബാക്ക് സൈഡാണ്. ദിസ് ഇസ് ദ ഫ്രണ്ട് സൈഡ്. ഇത് കളറ്, ഒന്നാമത്തെ കാര്യം എൻ്റെ ഈ കളർ ഇല്ല, അതുകൊണ്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ ക്ലോത്തും ഇത് പക്ക ബനിയൻ ക്ലോത്താണ്. മറ്റേത് ഇച്ചിരി കോട്ടൺ മിക്സ് ആണെന്ന് തോന്നുന്നുണ്ട്. ആ ബ്ലാക്ക് വൺ നേരത്തെ കാണിച്ചില്ലേ. സോ ഇത് നൈസാണ്. ഇത് നമുക്ക് നന്നായിട്ട് എനിക്ക് നല്ല ക്ലോത്തിങ് ഒക്കെ നല്ല ബോഡി ആയിട്ട് നല്ല രസമായിട്ട് കിടക്കും. സോ ഇതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ ഇത് ഞാൻ ഓൾറെഡി നമ്മുടെ ഷോർട്സിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫ്രോക്കാണ്, സ്ലീവ്ലെസ് ഫ്രോക്ക്. ഇത് നമ്മൾ കാണുന്ന പോലെ ഈ കളർ തന്നെയാണ്, ബിക്കോസ് ഇതൊരു ആഷ് മിക്സ്, അല്ലെങ്കിൽ ഇത് പ്യോറസ്റ്റ് വൈറ്റോ ഓഫ് വൈറ്റ് ഓവറി അതൊന്നുമല്ല. ഇതൊരു ആഷ് പോലെയാണ് എനിക്ക് തോന്നി. ഇതിൻ്റെ ഒരു സൈഡിൽ ഇത് ഇങ്ങനത്തെ സ്ലിറ്റും ഇതിങ്ങനെ വിതരുന്ന രീതിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര നൈസായിട്ട് ഫീൽ ചെയ്ത്, കാരണം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തെ കാര്യം ഇത് സ്ലീവ്ലെസ് ആണ്. എനിക്ക് സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇത് ടോക്കിയോ ടോക്കിസ് ആണ്. ഇത് ഈ ഫ്ലിപ്പിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് ടോക്കിയോ ടോക്കിസ്. അതുപോലെ അത് ഇതിൽ ഇടയ്ക്കൊരു സിബ് ഉണ്ട്. ഇതെന്തിനാ കൊടുത്തേക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് നല്ല ഫാഷൻ ഉണ്ട്, നല്ല രസമുണ്ട്. ഇത് നമ്മുടെ ബോഡിയിൽ നല്ല ഫിറ്റായിട്ട് കിടക്കും, ഒരു ബോഡിക്കോൺ ഡ്രസ്സൊക്കെ പോലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഫ്ലെയർഡ് ആയിട്ട് കിടക്കും. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സാണിത്. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡ്രസ്സ്. ആൻഡ് ഇത് നമ്മൾ ഇത്രയും നേരം ടോപ്പ് 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു ബോട്ടമാണ് ഞാൻ ഓർഡർ ചെയ്ത, ഒരു പാൻറ്റാണ്. ഇതിൻ്റെയൊക്കെ ഇമേജസ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഉള്ളതെന്ന്. സോ ഇതാണ് പാൻറ്റ്. ഇത് ഒരു ലോങ് സ്ട്രെയിറ്റ് പാൻറ്റാണ്. ഇത് എന്താണ് കോട്ടൺ, കോട്ടൺ, അങ്ങനത്തെ ഒരു കോട്ടൺ അല്ല, എന്ത് ക്ലോത്താണെന്ന് എനിക്ക് പറയാറില്ല. പക്ഷേ പാൻറ്റ് നൈസാണ്. ഞാനിത് ഓൾറെഡി ഇട്ട് നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഡ്രസ്സ് സാധനങ്ങളും ഞാൻ ഇട്ട് നോക്കിയതാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല, അപ്പോഴത്തേനും ഇതൊക്കെ എന്താണ് റിട്ടേൺ അടിക്കാൻ പറ്റിയില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ട്. സോ ഇത് നമ്മൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ചധികം നാളായിട്ടില്ല. ഇത് കുറച്ച് കമ്മൽ സെറ്റാണ്. എനിക്ക് കമ്മൽ ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് ചോദിച്ചാൽ, സോ അതുകൊണ്ട് എനിക്ക് കമ്മലൊന്നും അധികമില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ ഇത് ഇച്ചിരി 180 സംതിങ് ആണെന്ന് തോന്നുന്നു. ഞാൻ എല്ലാത്തിനും ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാം റിങ് കൈൻഡ് ഓഫ് അങ്ങനത്തെയൊക്കെയാണ്. അതിലേതെങ്കിലും ഒരെണ്ണം ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കാം, ബിക്കോസ് പറഞ്ഞിടാം. ഞാനിപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല കമ്മലൊന്നും. അത് ഞാൻ വിചാരിച്ച് ഇത് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇടാന്നത്. ഇതാണ്. ആൻഡ് ദിസ് വേർ ഇറ്റ് ലുക്ക് ലൈക്ക് നൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആകെ ഒരെണ്ണം മാത്രമേ ഞാൻ ഇട്ട് കാണിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ എയർപോർട്ടിൻ്റെ ഇടയിൽ കൂടെ ഇടുന്നു. എനിക്ക് കാണാമല്ലേ? ഓക്കെ. സോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാനിതിട്ടത്. സോ ഇതിൽ
9 എണ്ണമാണ് വരുന്നത്. 9 എണ്ണമാണ് വരുന്നത്. ഇതൊരു എല്ലാം പേളിൻ്റെ സെറ്റാണ്. ഇതിൽ പേളൊക്കെ ഇങ്ങനെ തൂക്കിയെടുക്കുന്നു കാണാൻ പറ്റും. ഇതൊക്കെ സ്റ്റഡാണ്, ഇതൊക്കെ റിങ് എല്ലാം ഈ ഇതിൻ്റെ തന്നെ പല പല മോഡൽ വരുന്നതാണ്. ആക്ച്വലി എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതാണ് നമ്മൾ ഇനി നമ്മൾ അടുത്ത് കാണിക്കുന്നത് മാലയാണ്. മാലയും 200 സംതിങ് ആയി. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ക്വാളിറ്റി ഇതിനില്ല. അതിൽ കാണിച്ചിരിക്കുന്നത് ഗോൾഡാണ്. ഞാൻ ഗോൾഡാണ് ഓർഡർ, ഗോൾഡ് ആക്സസറീസ് പോലെയാണ്. പക്ഷെ ഇത് വന്നത് റോസ് ഗോൾഡാണ്. പക്ഷെ എനിക്ക് റിട്ടേൺ അടിക്കാൻ തോന്നുന്നില്ല. പക്ഷെ അതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് തോന്നുന്നത്. ഇതാണ് സാധനം. പക്ഷെ ഇത് നമുക്ക് സാധാരണ ഉള്ള ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇച്ചിരി ട്രഡീഷണൽ ആയി പോയോ എന്ന് തോന്നുന്നത്. അതിനിപ്പോൾ എനിക്ക് ഇട്ടത് കൊണ്ടാണോ എന്നറിയില്ല. ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. ദിസ് വേർ ഇറ്റ് ലുക്ക് ലൈക്ക്. ആക്ച്വലി എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മീൻസ് ഞാൻ പറഞ്ഞില്ലേ റോസ് ഗോൾഡാണ് എന്നുള്ളൊരു പ്രശ്നം മാത്രമല്ല, ഞാൻ ഗോൾഡിനാണ് ഉദ്ദേശിച്ചത്. ഇതാണ് സാധനം. ആക്ച്വലി ഈ ഡ്രസ്സിൻ്റെ കൂടെ ഇത് ചേരുന്നില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ഇട്ടു. ആൻഡ് ദ നെക്സ്റ്റ് വണ്ണോ ഞാൻ 2 കൊലിസാണ്, ആംഗ്ലറ്റ്സ് ആണ്, കൊലിസാണ് ഓർഡർ ചെയ്തത്. ബിക്കോസ് എനിക്കൊരു ഫങ്ഷൻ ഉണ്ട്, സോ അതിനിടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത് നൈസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലിസാണെന്ന് പറയാം. പക്ഷെ ഇത് ഇച്ചിരി എക്സ്പെൻസീവ്. ഇതിന് കട്ടി തീരെയില്ല. ഞാൻ ഇച്ചിരി കട്ടിയുള്ള സാധനം, ഒരു പിക്ക് കാണിച്ചപ്പോൾ ഇച്ചിരി കട്ടിയുള്ള സാധനം പോലെ ഫീൽ ചെയ്തത്. പക്ഷെ ഇതിപ്പോൾ തീരെ കട്ടിയില്ലാതെയാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതാണ് സാധനം. ഇത് ഞാനെൻ്റെ കാലിലിട്ട് കാണിക്കുന്നില്ല, ബിക്കോസ് എൻ്റെ കാല് ഭംഗിയില്ല. സോ അതുകൊണ്ട് ഇട്ട് കാണിക്കാൻ ഒരു മാതിരിയാണ്. സോ നെക്സ്റ്റ് വൺ എൻ്റെ അമ്മയ്ക്ക് മേടിച്ചൊരു ഡ്രസ്സാണ്. സോ അതെന്തായാലും നമ്മൾ റിവ്യൂ ചെയ്യുമല്ലേ, അപ്പോൾ എന്തായാലും ഇതും കൂടി എനിക്ക് ചെയ്യാമെന്ന് എഴുതിയിട്ട് ഞാൻ എടുത്തതാണ്. അതിൻ്റെ പിക്ക് ഞാൻ കാണിക്കും. ഇത് 600 സംതിങ് ആണ്. അമ്മ വൈറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. മീൻസ് ഈ ചുരിദാറൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. മീൻസ് ചുരിദാർ ട്രൈ ചെയ്യുന്നവർക്ക് വൈറ്റ് ഈ ഹോളിക്കൊക്കെ ഇടാൻ പറ്റിയ ഔട്ട്ഫിറ്റാണ്. എൻ്റെ അപ്പോൾ ഒരു കല്യാണത്തിന് വേണ്ടി ഓർഡർ ചെയ്തതാണ്. ആക്ച്വലി ഇതൊരു ഹോളി ഔട്ട്ഫിറ്റാണ്. പൂട്ടിയൊക്കെ പറക്കും. ഇതാണ് സാധനം. ഇതിൻ്റെ ഇമേജ് ഞാൻ കാണിച്ചിട്ട് തരാം. ഇതിൻ്റെ സ്ലീവിലും പാൻറ്റിലും ഒക്കെ ഇതേ സെയിം ഡിസൈൻസ് ആണ് വരുന്നത്. പക്ഷെ ഇത് ആക്ച്വലി നൈസാണ്. ഇത് ആക്ച്വലി നൈസാണ്. ഒരു ലോങ് കുർത്തയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയത്തൊക്കെ ഭയങ്കര ലോങ് ഒന്നുമല്ല, എന്നാലും ഒരു കുർത്ത എങ്ങനെയാണ് അതാണ് ഈ കുർത്ത. പക്ഷെ വൈറ്റാണ്. ഹാൻഡിൽ വിത്ത് കെയർ ഗൈസ്. എനിക്ക് വൈറ്റൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം പറ്റുന്ന സാധനമല്ല. ഞാനൊക്കെ പെട്ടെന്ന് അഴുക്കൊക്കെ. ഇതാണ് അതിൻ്റെ പാൻറ്റിൽ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലത്തെ. അമ്മ എക്സ്ട്രാ ലാർജാണ്, XL ആണ് ഓർഡർ ചെയ്യുന്നത്. അമ്മ ഇച്ചിരി സൈസാണ്. സോ അതിനൊരു ഷോളുണ്ട്. അതിനിതാണ് ഷോൾ എനിക്കിഷ്ടപ്പെട്ടു. കാരണം എല്ലാം വൈറ്റായിട്ട് വന്നിട്ട് പെട്ടെന്ന് ഷോള് കൊണ്ട് ഇങ്ങനെ ഡിസൈൻ മാറുന്നത് കൊണ്ട് നൈസായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ്. ഓക്കെ ഗൈസ്, നമ്മളിത് അടുത്ത് ചെയ്യാൻ പോകുന്നത് ഡ്രസ്സല്ല, ചെരുപ്പാണ്. അതെ, ഈ 2 ചെരുപ്പാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ആക്ച്വലി ഇത് അടിപൊളി. ഇത് വെഡ്ജാണ്. നല്ല രസമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചേരും, എല്ലാവർക്കും ചേരുന്ന ഒരു കൈൻഡ് ഓഫ് ഇതാണ്. വെഡ്ജസ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര അടിച്ച്. ഞാൻ ആദ്യം പോയിന്റഡ് എടുക്കാമെന്നാണ് കരുതി. പിന്നെ ഞാൻ കരുതി വേണ്ട, വെഡ്ജസ് ആണ് നമുക്ക് കുറച്ചൊരു കംഫർട്ടബിൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോയിന്റഡിനെക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വെഡ്ജസിനോടാണ്. സോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷൈനിങ് ബ്ലാക്ക് ആണ്, ഭയങ്കര നൈസല്ലേ, സൂപ്പർവാണ്. ഇത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ചെരുപ്പൊന്ന് ഇട്ട് കാണിച്ചു തരാം. ഞാൻ ഒന്നും ഇടാത്തത് കൊണ്ട്, ഇതുവരെ ഒന്നും ഡ്രസ്സൊന്നും ഇട്ട് കാണിക്കാത്തത് കൊണ്ടാണ് ഇതിൽ ഞാനിങ്ങനെ ഇട്ട് കാണിക്കാത്തത്. ഞാൻ ഷോർട്സ് ആയിട്ട് എന്തായാലും ചെയ്യും. അപ്പം നമ്മളെങ്ങനെയാണത് ഫിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കാം. പിന്നെ അടുത്തത് ഒരു വലിയ പെട്ടിയാണ്. വലിയ പെട്ടിക്കകത്ത് കൊച്ചു ചെരുപ്പാണ്. 2 കുഞ്ഞു ചെരുപ്പിനാണ് അവർ ഇത്ര വലിയ പെട്ടി വെച്ചേക്കുന്നത്. ഇതാണ് ഗൈസ്. നെക്സ്റ്റ് വൈറ്റ്. നേരത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ 2 ഡ്രസ്സ് കുർത്ത ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഷഹാരെ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളത്, ഒരു പഞ്ചാബി സ്റ്റൈല്. അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തേക്കുന്നത്. ആക്ച്വലി ഇത് എന്താണ് നൈസാണ്. ഇത് അങ്ങനെ ഫ്ലാറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ഫ്ലാറ്റഡ് അല്ല, എന്നാൽ ഇച്ചിരി ഒരു കുഞ്ഞ് ഹീൽസ് ഉള്ള ഫ്ലാറ്റ്സിന്നാണ് ഞാൻ മേടിച്ചത്. സോ ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ
എന്താണ് പ്രീമിയം ഷോറൂമാ, പ്രീമിയം കളക്ഷൻസാ, അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള സാധനത്തിൽ നിന്നാണ് ഞാനിത് മേടിച്ചത്. ആക്ച്വലി ഇത് ഭയങ്കര നൈസാണ്. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് ഇതാണ്. ഞാൻ ഇമേജ് മോളിൽ കാണിച്ചേക്കാം. ഇതൊരു ഫ്രോക്കാണ്. ആക്ച്വലി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ച ഫ്രോക്കൊന്നുമല്ല, എൻ്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചു. എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ മിനുക്കുകളൊക്കെ വരുന്ന ഡ്രസ്സുകളോട് ഭയങ്കര താല്പര്യമാണ്. ഇത് എനിക്ക് മേടിച്ചതാണ്, പക്ഷെ അമ്മയുടെ ഇഷ്ടത്തിന് മേടിച്ചതാണ്. സോ ഇത് ഈ ഡ്രസ്സിന് ഈ മാല ചേരുന്നു തോന്നണല്ലേ. ഇത് ഇങ്ങനത്തെ ഒരു ഇങ്ങനെ നല്ല ഫ്ലെയേർഡാണ്. നല്ല ആക്ച്വലി ഇത് ഇടുമ്പോൾ നൈസാട്ടാ. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കെട്ടൊക്കെ വരുമ്പോൾ എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റബിൾ അല്ലാത്ത ഈ ഒരു സാധനമാണ്. ഇതിനെ എങ്ങനെയെങ്കിലും മാറ്റിക്കളഞ്ഞാൽ ഇത് നൈസാണ്. നല്ല ക്ലോത്താണ്. ഇതിൻ്റെ ഇടയിൽ ഇത് ഇങ്ങനത്തെ സാധനങ്ങൾ ലേസ് വർക്കൊക്കെ വന്നിട്ട് നല്ല നല്ല രസമാണ്. ഇട്ട് കഴിഞ്ഞാൽ ബോഡി ഫിറ്റായിട്ട് കിടക്കുന്ന സാധനമാണ്. ഞാൻ ഇതിൽ സ്മോളാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. എനിക്ക് സ്മോളാണ് എപ്പോഴും പെർഫെക്റ്റ് മാച്ചായിട്ട്, ഐ മീൻ ഫിറ്റായിട്ട് വരുന്നത്. സോ ഇനി നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഇട്ട ഡ്രസ്സുകളാണ് ഞാൻ കാണിക്കുന്നത്. മീൻസ് ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ട് കുറച്ച് മന്തായി. എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ പിരിയാൻ പറ്റാത്ത കുറച്ച് ഡ്രസ്സുകളാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഫസ്റ്റ് ഇതൊരു ഫ്രോക്കാണ്. ഇതിങ്ങനെ കെട്ട് വരുന്നൊരു ഫ്രോക്കാണ്. നല്ല രസമാണ്. എൻ്റെ ഇമേജ് മോളിൽ കൊടുത്തേക്കാം. അതെ, ഇത് നല്ല ലോങ് ആണ്. നല്ലൊരു ആംഗിൾ ലെങ്ത്, എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് ആംഗിൾ ലെങ്ത് വരെ നിൽക്കും, അല്ലാത്തവർക്ക് ഇച്ചിരി കൂടി പൊങ്ങി നിൽക്കുമായിരിക്കും. ഇതിൻ്റെ താഴെ ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ വരുന്ന റെഡിൻ്റെ കൂടെ അങ്ങനെ ബ്ലൂ അങ്ങനെ ഭയങ്കര മാച്ചിങ് കളറൊന്നുമല്ല, പക്ഷെ ഇതിൽ വരുമ്പോൾ നല്ല രസമുണ്ട്. ഇതിൻ്റെ ബാക്ക് ഇലാസ്റ്റിക് ആണ്. കണ്ടോ, ബാക്ക് ഇലാസ്റ്റിക് ആണ്. പക്ഷെ അതുകൊണ്ട് ഇത് നൈസാണ്. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇതും ഭയങ്കര ഫിറ്റായിട്ട് കിടക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. അതുകൊണ്ടാണ് ഞാനിത് ഫ്ലിപ്കാർട്ട് ഹോളിൽ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ബിക്കോസ് ഇത് ഇഷ്ടമാണ്, എനിക്കിഷ്ടമായതുകൊണ്ടാണ്. സോ നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റ് ചെരുപ്പിൻ്റെ കൂടെ ഇടാനുള്ള ഡ്രസ്സാണ്. ഇത് ഞാൻ മേടിച്ചിട്ട് ഒരു 2-3 മാസത്തിൽ കൂടുതലായി. ഇത് ഒരു നല്ല പാർട്ടി വെയർ കുർത്തയാണ്. ഇതിൻ്റെ സൈഡിൽ ഇത് ഇങ്ങനെയൊക്കെ വന്നിട്ട് ലോങ് കെട്ടൊക്കെ വരുന്നുണ്ട്. അത് നൈസാണ്. ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. നല്ല രസമാണ് എൻ്റെ കെട്ടൊക്കെ കാണാനായിട്ട്. ഇതാണ് ഡ്രസ്സ്. ഞാൻ ഇത് മുകളിൽ കാണിച്ചത്. ഇത് ഫ്ലിപ്കാർട്ട് ഓർഡർ ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നവർക്ക് ഇത് കാണാൻ പറ്റും. ഇത് കുറച്ച് അധികമായിട്ട് കാണുന്ന സാധനമാണ്. സോ ഈ ഡ്രസ്സ് ഞാൻ മേടിച്ചപ്പോൾ 1100 സംതിങ് ആയിരുന്നു. ഇതിൻ്റെ ബോട്ടം അല്ല, ഈ ടോപ്പിൻ്റെ താഴെ ഇങ്ങനെയാണ്. നല്ല രസമാണിത് ഇത് നല്ല ബോഡി ഫിറ്റ്. അത് നമ്മളെ ബോഡിക്ക് കറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എല്ലാം ബോഡി ഫിറ്റ് ആണല്ലേ. ഇതാണ് ഇതിൻ്റെ വെട്ടത്തിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ തിളങ്ങുന്ന പോലെ തോന്നുന്നു, പക്ഷെ ഇത് ആക്ച്വലി അത്ര തിളക്കമില്ല. നമ്മൾ ഇടുമ്പോൾ അത്ര തിളക്കമൊന്നുമില്ല. ഇതിൻ്റെ പലാസോ ഒക്കെ അതിൻ്റെ പാൻ്റാണ്. ഇതിന് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. പലാസോ ആണ്, ബട്ട് ഇങ്ങനെ തുമ്പിൽ വന്നിട്ട് ഇങ്ങനത്തെ ഫ്ലയേർഡായിട്ട് ഇങ്ങനെ ഫ്രോക്ക് പോലെ കിടക്കുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്, ഷഷാരയാണ് എന്തല്ലേ ഈ ഡ്രസ്സിനെ പറയുക, അതും എനിക്കറിയത്തില്ല. പക്ഷെ ഇതാണ് ഇതിൻ്റെ പാൻസ് വരുന്നത്. ആൻഡ് ഇതിനൊരു ഷോളും കൂടിയുണ്ട്. പക്ഷെ ഷോള് ഈ ഒരു ടോപ്പ് മാത്രമാണ് ഭയങ്കര വർക്കായിട്ടുള്ളത്, ബാക്കിയൊന്നും അങ്ങനെ വർക്കായിട്ടുള്ളതല്ല. പിന്നെ ഇതാണ് അതിൻ്റെ ഷോള്. ഇത് നൈസാണ്. ഈ പാൻറ്റും കുർത്ത ഇട്ട് കഴിയുമ്പോൾ ഷോളും കൂടി ആകുമ്പോൾ അങ്ങനെ വലിയ ബോറില്ല. ഇത്രയും ഇങ്ങനെ മിനുക്കമായിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല. സോ നമ്മുടെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതൊരു കുർത്തയാണ്. ഇതൊരു കുർത്തയാണ്. ഇതും നിങ്ങൾ ഓൾമോസ്റ്റ് ആളുകൾ കണ്ടിട്ടുണ്ടാവും. കാരണം ഈ കുർത്ത എൻ്റെ വൺ ഓഫ് ഫേവറേറ്റ് കുർത്താസാണ്. എനിക്കധികം കുർത്ത കളക്ഷനുള്ള ഒരാളൊന്നുമല്ല ഞാൻ. ഇതിൻ്റെ ഇവിടുത്തെ ഈ പ്രിൻ്റ് ഇല്ലേ, ഐസാണ് ഗൈസ്. ഇത് സൂപ്പറാണ്. സ്ലീവ്ലെസ് കുർത്തയാണ്. സോ ഇതിന് പാൻസ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പാൻറ്. ഇത് ഞാൻ മേടിച്ചിട്ട് കുറച്ചധികം നാളായി, ഒരു 6-7-8 മാസമൊക്കെ ആയി. ഇതൊരു പലാസോ ആണ്. സോ ഇത് നൈസാണ്, ഇലാസ്റ്റിക്കാണ്. പക്ഷെ ഇതിൻ്റെ ടോപ്പില്ലേ, ട്രസ്റ്റ് മീ ഗൈസ്, നൈസാണ്. ഇതിൻ്റെ ഇനിയിപ്പോൾ പല കളർ ഇറങ്ങിയിട്ടുണ്ട്. ബ്ലാക്ക്, യെല്ലോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. സോ ഞാനിത് മേടിക്കുമ്പോൾ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ വിലയും കുറഞ്ഞിട്ടുണ്ട്. ഞാനിത് വാങ്ങിയപ്പോൾ 600 സംതിങ് ആണ്. ഇപ്പോൾ 400-നൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതായത് ഞാൻ ഈ ഇമേജ് കാണിച്ചു തരാം. അതിൽ ആ പെങ്കുച്ചിട്ടങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇത് നല്ല രസമാണ്. ഇതിൻ്റെ സ്ലീവൊക്കെ വന്നിട്ട് ഇങ്ങനെ കൈയുടെ ഈ ഇടഭാഗമൊക്കെ ചെറിയൊരു ഇങ്ങനെ ടൈറ്റ് ചെയ്യാണ്ട് അടിക്കാതിരുന്നാൽ കുഴപ്പമില്ല. എനിക്ക് ആദ്യം ഇങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു ടൈറ്റ് ചെയ്ത് അടിച്ചിട്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ഇത്രയൊക്കെ കുറച്ച് അധികം ഡ്രസ്സും ചെരുപ്പും ഓർണമെൻറ്റ്സും ആക്സസറീസും ഒക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
എന്തായാലും നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്നോട് പറയുക. നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. മീഷോ, നമ്മുടെ ഫ്ലിപ്കാർട്ട് കഴിഞ്ഞ് ഇനി മീഷോയും മിന്ത്രയും, ഞാൻ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് മിന്ത്രയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ ഹോൾസായിട്ട് നമ്മളുടെ എന്താ ഫ്യൂച്ചർ വീഡിയോസിൽ എന്തായാലും വരുന്നുണ്ടായിരിക്കും. പിന്നെ ഈ ഡ്രസ്സൊക്കെ ഇട്ട വീഡിയോസൊക്കെ ഞാൻ ഷോർട്സിൽ ഇടാം. ഇപ്പം ഞാൻ ഇട്ടതും കൂടി ആയിട്ട് കാണിക്കുമ്പോൾ ഒരുപാടെങ്കിൽ ലോങ് ആയി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാത്തത്. സോ ഇത് ഒരുപാട് ഉണ്ടായിരുന്നത് കാണിക്കാൻ. ഇനിയും ഒരുപാട് വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.